സോ 2016 നിങ്ങൾക്ക് PhD കിട്ടിയത് അല്ലേ? എന്നിട്ട് ഇതുവരെ നിങ്ങൾ എവിടെയും സ്ഥിര ജോലിയിലൊന്നും കയറിയില്ലേ? എന്തായി ഇന്റർവ്യൂ ഗംഭീരായി. ഇന്ന് ഞാൻ എന്താ പറയണേ, ഏജ് ഓവറായിരുന്നു. നമ്മളൊരു സ്ഥലത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചർമാർക്ക് വേണ്ടത് അനുസരണാശീലാണ്. സ്വന്തമായി വ്യക്തിത്വമുള്ള ആളുകൾക്ക് അധികം കാലം ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ജോലി ഇല്ലല്ലോ. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് പറയും, ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേ ഒരു 20-22 പേര് എക്കണോമിക്സിന് മാത്രം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, PSC അല്ലാണ്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വിളിച്ച് പറയാൻ ആൾക്കാർ വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ കാശ് വേണം. ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ വല്ല 18,500 ഇവിടെ എവിടെയെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ്ങിൽ പണിയെടുക്കാം. നല്ല പ്രായത്തിൽ നല്ല രീതിയിലൊക്കെ പഠിച്ച് എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ നോക്കിക്കോട്ടാ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല 18,500 ആരുടെയെങ്കിലൊക്കെ ആട്ടും തുപ്പൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാം, അഭിപ്രായം ഇല്ലാണ്ട്. ഞാൻ നോക്കിയിട്ടേടിയപ്പോ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെങ്ത്തിലാണ്. എന്റെ സ്ട്രെങ്ത് എന്താന്ന് എനിക്കറിയില്ലേ? എന്നിട്ടാ സംസാരം. അപ്പൊ ഈ സംസാരത്തിനെ നമ്മൾ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും. എനിക്ക് ഈ ആൾക്കാരോട് കുറെ വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ നമുക്കൊരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഫോക്കസ് ചെയ്താലാ. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഈ 30 സെക്കൻഡ് വീഡിയോ അല്ല ആൾക്കാർ കാണുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ യൂട്യൂബിൽ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു 3 മിനിറ്റിന്റെ ഒക്കെ വീഡിയോ ഇട്ട് ആൾക്കാർ കാണുമോ? കാണായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നിട്ട് ഒരു കാര്യം ചെയ്യാം, ഡെയിലി ഞാൻ വീഡിയോ ഇടാം. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്യാം. കാരണം എന്റെ സംസാരം കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ എനിക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ കുറ്റപ്പേര് എന്താന്ന് വെച്ചാൽ, ടീച്ചർ വലിയ സോഷ്യൽ മീഡിയ താരല്ലേ എന്നല്ലേ പറയണേ. മറ്റേ ഹൃദയ സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ കാര്യം, പട്ടിപ്പണി, പിച്ചക്കാശ്, രാജപദവി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ ഓടി വരാ, സെൽഫി എടുക്കുക, എന്തൊക്കെയാ. പക്ഷെ നമുക്ക് ഈ പറയുന്ന യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും 5 പൈസ കിട്ടുന്നില്ല. അതിന് നമ്മൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ തന്നെ ഇടണം. അപ്പൊ നാളെ തൊട്ടേ ഞാൻ ലെങ്തി വീഡിയോ ഇടാൻ പോവാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇടുമ്പോഴേ ഇതിന്റെ അവസാനം ആ യൂട്യൂബ് ചാനലിന്റെ ആ പേരും കാര്യങ്ങളും കൂടി ഒന്ന് വെക്ക്. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് വരട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഓക്കെ.